ഒരു കുയിലിനെ മാത്രമാണ് പിടിക്കാൻ പറഞ്ഞത്. ഇപ്പൊ പുള്ളിക്കുയിലിനെ പിടിച്ചു, കള്ളിക്കുയിലിനെ പിടിച്ചു. ആര് പറഞ്ഞു പിടിക്കാൻ? രണ്ട് കുയിലിനെ പിടിച്ചു. അത് ലിറിക്സ് എഴുതിയ സാറ് പറഞ്ഞു രണ്ട് കുയിലിനെ പിടിക്കാൻ പറഞ്ഞു. ഓ പുള്ളി വിളിച്ചിരുന്നോ രാജേന്ദ്രൻ ചേട്ടനെ? അങ്ങനെയല്ല,
അതൊക്കെ പാട്ടില് അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ പുള്ളിക്കുയിലുകൾ. അപ്പൊ നമ്മൾ രണ്ടുപേരും പിടിച്ചു. എനിക്കും പിടിച്ചു. പാട്ട് നന്നായിട്ട് ബോധിച്ചു. നന്ദി പിടിച്ചു. രസമുണ്ടായിരുന്നു കേട്ടോ. Thank ഒരു you, sir. രസമുള്ള പാട്ടാണ്. താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എവിടെയെന്ന് അറിയാമോ? ആ. പറഞ്ഞേ. കള്ളൻ തോഴൻ എവിടെ എവിടെ? പക്ഷെ എവിടെ എന്നാണ് കേട്ടത്? ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ്? എവിടെയെന്നാ? നേരെ തിരിച്ചാണ് കേട്ടത്. സോറി, ഇവിടെ എന്നാണ് കേട്ടത്. ആ, എവിടെയാണ്. പക്ഷെ അത് പാടിയ ആ ഒരു രീതി ഉണ്ടല്ലോ, അവിടെ കൊണ്ടുവന്ന എക്സ്പ്രഷൻസ്, സബാഷ്. താങ്ക് യു സർ. പിന്നെ നാണം, ആ നാണം പോലെ പലതും സൂചിച്ചേ പോലെ തന്നെ അല്ലേ? ഒരു ഭയങ്കര നാണം ഉണ്ടായിരുന്നു. ഒന്ന് പാടിയ അതന്നെ ഇതെല്ലാം സൂചിച്ചാണ്. എനിക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ പലത് കോപ്പി പേസ്റ്റ് ഉണ്ട് കേട്ടോ സൂചിച്ചിയുടെ. എക്സാക്ട്ലി അതുപോലെ തന്നെ പാടിയിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കള്ളനും ചേച്ചി പാടുന്ന പോലെ തന്നെയാണ് അത്. മുളം തേനും തിനയും തന്നു എന്ന് പാടിയില്ലേ? സൂപ്പറായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതെല്ലാം കോപ്പി പേസ്റ്റ് ആണ്. സൂപ്പറാണ്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏതോ ഒരു സ്റ്റുഡിയോയിൽ ഇങ്ങനെ സൂചിച്ചേച്ചി നിന്നിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ സൂചിച്ചേച്ചി തന്നെ പറയുന്നത്, വാട്ട് ഇസ് ദിസ് സുജു? അങ്ങനെ പറഞ്ഞു യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞ സ്വന്തമായിട്ട് ഇൻസ്പയർ ചെയ്ത് പാടിക്കൊണ്ടിരിക്കും. എന്റെ പല റെക്കോർഡിങ്ങിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ് കേട്ടോ. ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണ് സൂചിച്ചേച്ചി എന്ന് പറയുന്നത്. അപ്പൊ ഈ പാട്ടില് സൂചിച്ചേച്ചിയുടെ ഒരുപാട് എന്താണ് സിഗ്നേച്ചർ ക്യാരക്ടർ അതെല്ലാം ഉണ്ട്. അത് പേഴ്സോണ ഉള്ള ഒരു പാട്ടാണ്. പിന്നെ ഊരു ചുറ്റും നീളെ എന്ന് പാടിയില്ലേ? അതാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സ്ലൈഡ് ഗ്ലൈഡ് അത് സൂപ്പറായിരുന്നു. അതുപോലെ കാടും എന്നുള്ളത് കടും എന്നാണ് കേട്ടത്. ആ ഒരു ഇടയ്ക്കുള്ള ഒരു ആ വന്നാലേ കാടും എന്നാണ്. രണ്ടാമത്തെ പ്രാവശ്യം അവിടെ നമ്മൾ കാട് വന്നു. ആദ്യം കടും എന്നാണ് വന്നത്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ആർക്കാണ് നല്ലത്? എനിക്ക്. നമുക്കും നല്ലതാണ്. കാരണം ആവണിക്കുട്ടിയുടെ പാട്ട് നന്നായിട്ട് കുറച്ചും കൂടെ രസിക്കാൻ പറ്റും. ഓക്കെ ആവണിക്കുട്ടി എന്താ ചേച്ചി? ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ പാടുന്ന കേൾക്കാൻ വേണ്ടിയിട്ട്. എന്റെ സാർ പറഞ്ഞ പോലെ സുജാത ചേച്ചിയുടെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയ പോലെ ഉണ്ട്. അതിന്റെ ഒരു സുഖമുണ്ട്. പക്ഷെ ആവണിക്കുട്ടിയുടെ ശബ്ദത്തിൽ കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് പാട്ട് കേൾക്കാൻ വേണ്ടി. പിന്നെ ഒരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡാണ് ഈ പാട്ട്. എപ്പോ കേട്ടാലും ഇങ്ങനെ അറിയാതെ ഇങ്ങനെ വേവ് ചെയ്തു പോകും. അപ്പൊ അതിന്റെ ആ ഒരു സുഖം ഉണ്ടായിരുന്നു. ഈ മെയിനായിട്ട് ഒരു കാര്യം ഇനി മുന്നോട്ടുള്ള പാട്ടുകളിലും നോക്കാൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഫീല് വേണം. അതിന്റെ കൂടെ വാക്കുകൾ പറയുമ്പോൾ അതിന്റെ ക്ലാരിറ്റിയും അതുപോലെ വെക്കാൻ വേണ്ടി നോക്കണേ. അതായത് കാടുവാഴും ദൈവം അറിയാതെ എന്നുള്ള നല്ല ഫീൽ ഉണ്ടായിരുന്നു അവിടെ ചരണത്തിന്റെ ഫസ്റ്റ് ലൈൻ. പക്ഷെ അവിടെ എവിടെ ഒരു ക്ലാരിറ്റി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഊര് ചുറ്റും ഉള്ള ഭാഗത്ത് ആ രാ ഒക്കെ കുറച്ചുകൂടെ ഗ്രിപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നേന്നുള്ളൂ മനസ്സിലാവുള്ളൂ. നമുക്ക് ആ സ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ ആ ഇങ്ങനെ ആയി പോകുന്നു. അപ്പൊ ആ ഒരു ഗ്രിപ്പ് വരാത്ത പോലെയുണ്ട്. ഓക്കെ. അതുപോലെ പെരുങ്കളി ആട്ടം, ആട്ടാന്റെ ഒക്കെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് വന്നാലേ എന്താവുള്ളൂ നമുക്ക് ആ പാട്ടിന്റെ മേളിലൊരു പിടുത്തം നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം അടുത്ത പ്രാവശ്യത്തെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ആവണിക്കുട്ടിക്ക് എന്താ സാർ? നന്നായിരുന്നു. നല്ല വോയിസ്. നേരത്തെ പറഞ്ഞപ്പോ സ്റ്റുഡിയോയിലൊക്കെ പാടാൻ പറ്റിയ നല്ല വോയിസ് ആണ് കേട്ടോ. എനിക്ക് പല ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇളം കാറ്റ് എന്ന് പാടിയ ചരണത്തിലെ അതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നേരത്തെ എം ജി ഞങ്ങൾ പറഞ്ഞ കള്ളൻ തോഴൻ എവിടെ അതല്ലേ നേരത്തെ പറഞ്ഞ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ പുള്ളിക്കുയിലെ കള്ളിക്കുയിലെ തുടങ്ങിയതൊക്കെ എനിക്ക് ഇഷ്ടമായി. ആ ഭാഗങ്ങളൊക്കെ പുള്ളിക്കുയിലെ കള്ളിക്കുയിലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന കുളിരലയായി എന്നെ അഴകലയായി അതും കുറച്ചും കൂടി ആ പുള്ളിക്കുയിലെ പാടിയ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് പാടി നല്ലായിരുന്നു എനിക്ക് തോന്നി. കാരണം ഇപ്പൊ നേരത്തെ പാടിയപ്പോ പുള്ളിക്കുയിലെ കള്ളിക്കുയിലെ നീ നീ കുളിരലയായി എന്നഴകലയായി എന്നാണ് നേരത്തെ പാടിയത്. അത് കുളിരലയായി എന്നഴകലയായി അങ്ങനെ അതും കൂടി അങ്ങനെ ഹസ്കി ആയിട്ട് കുറച്ച് ഭംഗി കൊടുത്ത് പാടി നോക്കി നല്ലതായിരിക്കും. പിന്നെ എനിക്ക് ഇളം കാറ്റ് എന്ന് പാടിയത് കൂടുതലും ചരണത്തിൽ ഇളം കാറ്റ് എന്ന് പാടിയത് ആ സസ്റ്റെയിൻ ചെയ്ത് പിടിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ ഇളം കാറ്റ് കുളിരാട അനുപല്ലവിയിലെ കുളിരാട അതെനിക്ക് അത്ര ക്ലാരിറ്റി ആയിട്ട് കേട്ടില്ല. അതെങ്ങനെയായിരുന്നു?
കുളിരാട. കുളിരാട് നീയ. ആ ഒന്ന് ക്ലാരിറ്റി വേണം തോന്നി. ചരണത്തില് കേട്ടു അത് കറക്റ്റ് ആയിട്ട് കേട്ടോ. ഇതൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു വളരെ സർ. നന്നായിരുന്നു. ഒരു വലിയ പ്രോഗ്രസ് പറയട്ടെ MJ സറാവണിക്കുട്ടിയുടെ. ആദ്യം എക്സൈറ്റഡ് ആയിട്ട് ആള് പാട്ടില് കുറെ ശ്രദ്ധിക്കാൻ പറ്റാണ്ട് ഗാഗാ ഗൂഗു ആവുമായിരുന്നു ആദ്യം വന്ന സമയത്തെ. പക്ഷെ ഇപ്പൊ ഭയങ്കര മെച്ചൂരിറ്റി ഇപ്പൊ ഗൂഗു ഗാഗ ഗാഗയൊന്നും ആയില്ല. ഞാൻ Lady പറയുന്നത് Gaga. മനസ്സിലാക്കാം. അങ്ങനെ ആയ അടിപൊളി. പക്ഷെ ഇപ്പൊ നല്ല മെച്ചൂരിറ്റി ഉണ്ട് അല്ലേ സ്റ്റേജിൽ. ലേഡി ഗാഗ ഈ പാട്ട് പാടി എങ്ങനെയുണ്ടോ? ഒന്ന് പാടി. ഗാ ഗാ ഗോ ഗോ ഗാ ഗോ ഗോ ഗാ 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 എന്നാ ലേഡി ഭയങ്കര രസമാ വന്നു അതെ, കഴിയുമ്പോ അതെ, അതെ. എല്ലാവർക്കും ചിരിയും. ഒരു എന്താ പറയാ എല്ലാവർക്കും ഒരു ഉത്സാഹം വെക്കും. Yes. വെറുതെ സന്തോഷം വരും. നമ്മൾ കുറേ നേരം അവളെ നോക്കി നിന്നാ. ആവണി ഗാഗ. എന്തോ കാക്കയല്ല ഗാഗ. ആവണി ഗാഗ. ഇനി അങ്ങനെ പേരെങ്ങനെയൊക്കെ അല്ലേ? ആവണി ഗാഗ. പേരല്ലേ? ആ. Yes, Avani Gaga. So Avani Gaga going to be awarded 97 on 100 today. താങ്ക് യു സർ. അപ്പൊ അവനിക്കുട്ട എന്തോ all the best. താങ്ക് യു. ടാറ്റാ. Bye. Bye, good night. ഗുഡ് നൈറ്റ്. മധു, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണാവോ? നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ വളരെ സുരക്ഷിതരായിട്ടാണ് കഴിയുന്നത് അല്ലേ? അതെ കുട്ടൻചേട്ടാ, അങ്ങനെ സുരക്ഷിതമായിട്ട് കഴിയാനായിട്ടുള്ള ഒരു അത്രയും ശക്തമായിട്ടുള്ള ഒരു സിസ്റ്റം നമുക്കുണ്ട്. മിനോടി, അതാണ് ഞാൻ എല്ലായിടത്തും പറയാൻ വന്നത്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ക്രമസമാധാന പാലനം, ലോ ആൻഡ് ഓർഡർ ആൻഡ് എൻഫോഴ്സ്മെന്റ്, അത് ഏറ്റവും ഓൺ ദ ഡോട്ട് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഔട്ട്സൈഡ് കേരള പോകുമ്പോഴാണ് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. വീട്ടിലുള്ളവരൊക്കെ ഭയങ്കര സേഫ് ആണെന്നുള്ളൊരു ആശ്വാസം നമുക്ക് എപ്പോഴും ശരിക്കും ഉണ്ടാവും. അതെ ഹരി ചേച്ചി, വർഗീയ കലാപങ്ങളില്ലാതെ ക്രമസമാധാന പാലനം അങ്ങേയറ്റം നമ്പർ 1 ആക്കി കൊണ്ടുപോകുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. സ്ത്രീ സൗഹൃദ, ശിശു സൗഹൃദ, ഭിന്നശേഷി സൗഹൃദ പോലീസ് സ്റ്റേഷനുകളും നമുക്കുണ്ട്. അതെ മീനുട്ടാ, ശരിക്കും കുറ്റാന്വേഷണ മികവില് ഒരു മാതൃക കൂടിയാണ് നമ്മുടെ സംസ്ഥാനം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരവും നമ്മുടെ കേരളത്തിന് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സൈബർ ക്രൈംസിലൂടെ തട്ടിയെടുത്ത 66.88 കോടി രൂപ തിരികെ പിടിച്ച കിടിലൻ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകളും നമുക്കുണ്ട്. ഇതിനെല്ലാം പുറമെ സംസ്ഥാനത്തെ മുതിർന്ന പൗരന്മാർക്കായിട്ട് പോലീസിന്റെ പ്രശാന്തി ഹെൽപ്പ് ലൈൻ, ലഹരി വേട്ടയ്ക്ക് D-HUNT, കുട്ടികൾ ഡിജിറ്റൽ കാര്യങ്ങളിൽ അഡിക്റ്റ് ആവുന്നതിനെതിരെയായിട്ട് D-DAD എന്നിങ്ങനെയും പവർഫുൾ ആയ ഒരുപാട് പദ്ധതികൾ നമുക്കുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു സൂപ്പർ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ലോ ആൻഡ് ഓർഡർ സിസ്റ്റം നമുക്കുണ്ട്. അതെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സേഫ് ആണെന്നുള്ള ഒരു സന്തോഷത്തോടെ സുഖമായി ജീവിക്കാം. അതെ. മിനുകൂടാ, ഓ. ആ സന്തോഷത്തിൽ നമുക്ക് അടുത്ത പാട്ട്. ഇനി ഒരു പെർഫോമൻസ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഇവിടെ തകർക്കാനായിട്ട് നമ്മുടെ ജിതക്കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ജിത ഓൺ സ്റ്റേജ്. നിന്നെ കണ്ടാ തന്നെ അറിയാം നീ ഏതേ റൗഡി തന്നെ ജിതു, ഉഗ്രൻ കോസ്റ്റ്യൂം. നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ജിതു എല്ലാം മാച്ച് ചെയ്യല്ലോ. എന്ന് പറഞ്ഞാൽ ആ സെൻസ് ഉണ്ടല്ലോ, അതെ, ആ സെൻസിബിലിറ്റി ഉണ്ടല്ലോ, സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ. തൃപ്തിയായി. എനിക്ക് കോസ്റ്റ്യൂം കണ്ടിട്ട് ഇന്ന് കിടിലൻ പെർഫോമൻസ് ആയിരിക്കും തോന്നുന്നുണ്ട്. ഇടയില് കരാട്ടൊക്കെ ഉണ്ടാവോ? ഇല്ല, ഡാൻസ് ഉണ്ട്. ഡാൻസ് ഉണ്ട്. ഓക്കെ. അതിനു മുമ്പ് ഇന്ന് എന്റെ പാട്ട് കേൾക്കാനായിട്ട് അഡ്വക്കേറ്റ് വത്സലാന്റിയും ഡോക്ടർ ജോർജ് മർങ്ങോലി സാറും നമസ്കാരം. വന്നിട്ടുണ്ട്. നമസ്കാരം. രണ്ടുപേർക്കും നമസ്കാരം. മാം ഹൈക്കോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ സാറ് US-ലായിരുന്നു. അമേരിക്കയില് ആദ്യത്തെ മലയാളം പത്രം പബ്ലിഷ് ചെയ്തത് സാറാണ്. അതുപോലെ തന്നെ ബുക്കുകളൊക്കെ എഴുതും. 48 ബുക്ക് എഴുതിയോ? ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. Great to have you here. Thank you. Thank you for coming. Thank you so much. അപ്പൊ പാട്ട് ഇന്നത്തെ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് എന്താണ് ആ പ്രത്യേകത? എനിക്ക് സംശയം തോന്നുന്നുണ്ട്. എനിക്കും അത് കുട്ടേട്ടന്റെ പാട്ടാണോ? MJ ചന്ദ്രൻ സാറിന്റെ പാട്ടാണ് പാടാൻ പോകുന്നത്. ഈ കുട്ടേട്ടൻ എന്ന് പറയുമ്പോഴേ ഈ പഴയ കുട്ടേട്ടൻ എന്നുള്ള സിനിമ ഓർമ്മ വരും. അതുകൊണ്ട് നോ ഡോണ്ട് ഡു ഇറ്റ്. ഞാൻ മനഃപൂർവ്വം ചെയ്തു. സാറിന്റെ ശരി കുട്ടൻ ചേട്ടാ. നല്ല കുട്ടി. സാറ് മ്യൂസിക് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ആണ് മാട്ടുപ്പെട്ടി കോയിലല്ലേ.
മാട്ടുപ്പെട്ടിക്കോയിലിലെ മാമ മച്ചാൻ മനസ്സ് വെച്ചാൽ അതല്ലേ? ഞാൻ ഈ സീസണിൽ ഫസ്റ്റത്തെ പെർഫോമൻസിന്റെ ഇത് ലിസ്റ്റ് കൊടുക്കാൻ നേരത്ത് അപ്പൊ തൊട്ട് കൊടുക്കാൻ തുടങ്ങിയ പാട്ടാണ്. ഇപ്പോഴാണ് ചാൻസ് കിട്ടിയത്. ഇപ്പോഴാണ് ആ ഒരു അവസരം വീണ് കിട്ടിയത്. അതെ. യെസ്. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നത് ഓഫ് കോഴ്സ് ഗിരീഷ് ഗിരീഷ് പുത്തഞ്ചേരി സർ. മയിലാട്ടം സിനിമ, അതെ. ഡയറക്ടർ VM വിനു സാർ. വർഷം 2004. 2004. ഇത് പാടിക്കുന്ന അഫ്സൽ. അഫ്സൽ ചിത്ര അയ്യർ മാം. യെസ്. അഫ്സലിനും ചിത്രയ്ക്കും ഹായ്. ഹായ് അഫ്സൽ. ഹായ് ചിത്ര. അപ്പൊ ജിതകുട്ടി ഓ, യെസ്. പൊളിക്കല്ലേ? കേക്കാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഇത് Thank you. ഒറിജിനൽ മുടിയാണോ? അതെ അതെ അതെ. ആണല്ലേ? നന്നായിട്ട്. ഓക്കെ. ഓൾ ദ All the best. Thank you. സൂപ്പർ സൂപ്പർ കലക്കി. ജിതു ഓ
സൂപ്പർ. താങ്ക് യു ആഹാ, സർ. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ജിതുവിന്റെ വീടാണ്. ആ വീട്ടിലെത്തുമ്പോഴാണ് ശരിക്കും ജിതുവിനെ കാണാൻ പറ്റുന്നത്. ജിതു ആവണം. അപ്പൊ ഇങ്ങനെയുള്ള ജോണറിലുള്ള പാട്ടുകളൊക്കെയാണ് ജിതുവിന് ഏറ്റവും പറ്റിയ പാട്ടുകൾ. യുനോ അതെപ്പോഴും തെളിയിച്ചിട്ടുണ്ട് അല്ലെ, പല പല പെർഫോമൻസസിലൂടെ. ഈവൻ ഫസ്റ്റ് പെർഫോമൻസ്, വെരി ഫസ്റ്റ് പെർഫോമൻസ് അത് ഗംഭീരായിരുന്നു. ഓർക്കുന്നുണ്ടോ? ആ ഉണ്ടോ? ആ, ഓ അതെ, ജനുവരി. ഏതായിരുന്നു? ഓ ജനുവരി. ഓ ജനുവരി. അത് ഇങ്ങനെ തട്ടുപൊളിപ്പനല്ല, പക്ഷെ അതിന്റെ ജോണറും അത് നന്നായിട്ട് ചേരും എന്നുള്ളതാണ്. താങ്ക് യു സർ. യു ആർ എ നാച്ചുറൽ പെർഫോമർ, അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സർ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ നല്ലൊരു വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു പെർഫോമറാണ്. മാത്രമല്ല നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഒഫീഷ്യൽ കൊറിയോഗ്രാഫറും കൂടിയാണ്. ചെയ്ത് കൊടുക്കും. എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കും. എല്ലാവർക്കും ഫ്രീ കൊറിയോഗ്രാഫി. അട്ട അങ്ങനെ ഒരെണ്ണം ഉണ്ടല്ലോ അല്ലേ, അത് വിട്ടുപോയി. അത് ചരണത്തില് പാടിയല്ലോ. പറഞ്ഞു, പാടി. പക്ഷേ Yes, yes, yes. ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി. അതുകൊണ്ടാണ് എനിക്കത് ഫീൽ ചെയ്യാത്തത്. പിന്നെ എല്ലാവരുടെയും അറുമുക്കനെ എന്ന് എല്ലാവരുടെയും പാടുമ്പോഴത്തേക്ക് അതിന് സുഖമില്ല. ഒന്ന് രണ്ട് സ്ഥലത്ത് അറുമുഖനെ പാടണം, എന്നിട്ട് ഒരു സ്ഥലത്ത് അറുമുഖനെ എന്ന് പാടുമ്പോഴത്തേക്കും അതിന് സ്പെഷ്യൽ ഒരു ഇമ്പാക്ട് ഉണ്ട്. യെസ്. മറ്റേ എല്ലാവരുടെയും പാടുമ്പോഴത്തേക്കും ദാറ്റ് ബിക്കംസ് വെരി സ്റ്റീരിയോ നേച്ചേർഡ്. അപ്പൊ അതിൽ വ്യത്യാസം വരണം. ബട്ട് എല്ലാം കൂടെ എടുത്തു നോക്കുമ്പോൾ കലക്കി. താങ്ക് യു സർ. താങ്ക് യു ഫോർ ദ സോങ്. ഓ താങ്ക് യു സർ. ഇതിന്റെ അഭിപ്രായം പറയാൻ ഏറ്റവും യോഗ്യത ഉള്ള ആള് എന്ന് പറയുന്നത് നമ്മുടെ MJ-ങ്ങളാണ്. ഞാൻ മധുവിനും കുറച്ച് യോഗ്യത അങ്ങോട്ട് തന്നു. എനിക്ക് ആരും കുറച്ച് യോഗ്യത തരൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ നല്ല അഭിപ്രായം കേട്ടു. എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നല്ലൊരു എനർജി ഉണ്ടായിരുന്നു. നല്ലൊരു പെർഫോമൻസ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. താങ്ക് യു സർ. ആ സ്റ്റെപ്സ് ഒക്കെ കൊള്ളാട്ടോ, നന്നായിരുന്നു. താങ്ക് യു സർ. ഓടാ പോക്കറിന്നൊക്കെ വിളിച്ചു കേട്ടോ. ആരെയും വിളിച്ചേ എന്നെ 2 അല്ല 3 പേര്. മൂന്നുപേരും പോടാ പോക്കറി എന്ന് വിളിച്ചാ. ധൈര്യത്തോട് പറയുന്ന കേട്ടോ. അപ്പൊ എനിക്ക് എന്തായാലും വളരെ വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു എനർജി, അത് ആദ്യം ഒരു അവസാനം വരെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നു താങ്ക് യു കേട്ടോ. സർ. താങ്ക് ഈ യു. പറഞ്ഞ പോലെ അറുമുഖൻ എന്നുള്ളത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മതി ആ. കേട്ടോ, ആ. അതെനിക്കും തോന്നി. പിന്നെ എല്ലാം ഓക്കെ, സൂപ്പർ Thank you, sir. സൂപ്പർ. നിസ്സാര കാര്യമല്ലല്ലോ, എന്തൊക്കെ കഴിവുകളാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. അത് ഏതാ താല്പര്യം? ഏതായാലും കുഴപ്പമില്ല. പാട്ടാണോ കൊറിയോഗ്രാഫി ആണോ? പാട്ടാണ് മെയിൻ പാട്ട് Dance ആണോ? കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റ് ചെയ്യണ പാട്ട് എന്നാ തന്നെയാണ്. പാട്ടിൽ നല്ലൊരു മിടിക്കാവട്ടെ. അല്ല, ഞാൻ ആലോചിക്കുക ജിത പെർഫോം ചെയ്യുമ്പം എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക സുഖമുണ്ട് ജിതക്കുട്ടി പെർഫോം ചെയ്യുന്ന കാണുമ്പോ. എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ പെർഫോമൻസിൽ ഒരു ഫയർ ഉണ്ടായിരുന്നു. വെരി ഫസ്റ്റ് പെർഫോമൻസ് ദാറ്റ് യു ഡിഡ്, അത് എനിക്ക് ഒന്നും കൂടെ കാണാൻ പറ്റിയത് ഇന്നാണ് ആക്ച്വലി. സോ ഹാപ്പി ഫോർ യു. താങ്ക് യു. മിടുക്കി. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. സാറും ആന്റിയും ആണ് കലാഭവൻ ടീമിനെ ആദ്യമായിട്ട് സ്പോൺസർ ചെയ്തത്. അത് ശരി ശരി. ആണോ? US-ലോട്ട്. US. ഓ ആ. ഗ്രേറ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അല്ലേ? ആബേലച്ഛനും 16 പേരും ഒരു 45 ദിവസം ഞങ്ങളുടെ അതിഥികളായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ടാണ് പെർഫോമൻസിന് പോകുന്നത്. ഞങ്ങള് അത് ശരി. കാനഡ, നോർത്ത് അമേരിക്ക മുഴുവൻ ഓക്കെ ഓക്കെ. ഒരു 45 ദിവസം കൊണ്ട് കറങ്ങി. US-ല് എവിടെയാണ് സാർ? ഞാൻ അന്ന് ന്യൂജേഴ്സിയിലായിരുന്നു. ആ. ഇപ്പൊ ഞങ്ങൾ അരിസോണയിലാണ് ലാസ്റ്റ് അരിസോണ. ലെഫ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ജിതു ഓ മാർക്ക് വേണ്ടേ? വേണം. യെസ്. എത്ര വേണം? ഏലും കുഴപ്പമില്ല. സ്ലിപ്പായിട്ടുണ്ട്. അതെ, പിന്നെ അറുമുഖനെ അതെ. അതിനെ നമുക്കൊന്ന് പിടിച്ചെഴുന്നേപ്പിച്ചാലോ? നമ്മള് ഒന്ന് കുലകഷായിട്ട് ചിന്തിക്കട്ടെ കേട്ടോ. അന്ന് വേഗം ആയിക്കോട്ടെ കേട്ടോ. അപ്പൊ എന്തോ പ്ലീസ് എന്തോ മറ്റേ ക്ഷമിക്കണം പ്ലീസ്. ദയവ് ചെയ്ത് എന്താ നമ്മളെ വിളിച്ചത്? എന്തിനാ പ്ലീസ് ഒക്കെ പറഞ്ഞു? എന്താ നേരത്തെ വിളിച്ചെന്ന് പറഞ്ഞാൽ 3 പേര് ചേർത്ത് വിളിച്ചെന്ന് പറഞ്ഞെന്താ? പോക്കറി. ഞാൻ വിളിച്ചില്ല. ഞാൻ വിളിച്ചിട്ടില്ല. അത് തിരിച്ചെടുത്താ നീ ആരെയാ വിളിച്ചത്? തിരിച്ചെടുത്തു മീനുട്ടിനെ തിരിച്ചെടുത്തു. എന്തിനാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. അത് കെഞ്ചാൻ വേണ്ടിയായിരുന്നു. എന്തിനാ കെഞ്ചിയെ? മാർക്കിന് വേണ്ടി. അത് ഉള്ള മാർക്ക് കിട്ടും, അത് സംശയമില്ല. ഉറപ്പാണല്ലോ. അത് ഉള്ള കെഞ്ചണ്ട. മാർക്ക് പാടിയത് എങ്ങനെയാന്ന് വെച്ചാൽ അത് കിട്ടും. ജിത്തുവിനെ എവിടെയും കെഞ്ചേണ്ട ആവശ്യമില്ല. ഷീസ് ടു ഗുഡ്. താങ്ക് യു അല്ലേ? സർ. അതെ അതെ. ഇവിടുത്തെ ഇപ്പോഴത്തെ നമ്മുടെ 2ാം ഘട്ടത്തിലെ മാർക്കിംഗ് സിസ്റ്റത്തിൽ പ്രത്യേകതകളുണ്ട്. അറിയാലോ? ചിലപ്പോ 100 കിട്ടുമായിരിക്കും. ഞങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്. വളരെ സ്ട്രിക്റ്റ് ആണ്. ചിലപ്പോൾ 100 കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ 2 കുറ്റങ്ങൾ അതിങ്ങനെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 100 കിട്ടുകയാണെങ്കിൽ അതിന്റെ മേളിൽ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർസ് കൊടുക്കാറുണ്ട്. അറിയാമോ അതിനെ പറ്റി? അപ്പൊ ജിത്തു ഗോയിങ് ടു ബി അവാർഡഡ്
100 on 100 plus 2 stars today. ഒരു തകരെ ഒരു മധുരമല. ജീതക്കുട്ടിയാണ് ഇന്നത്തെ നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. താങ്ക് യു. ഇറക്കിക്കോടാ. Congrats. താങ്ക് യു. പല്ലിനെ പറ്റി ഒന്നും പറയുന്നില്ലേ? ആ പല്ലിനെ പറ്റി പറയണ്ട. ഗ്രാൻഡ് പല്ലാണ്. ബെഡ് ബിഫോർ ബ്രഷ്. അത് രാവിലെ ബെഡ് ബിഫോർ ബ്രഷ് ബ്രഷ് ബിഫോർ. ബെഡ്. അതാണ്. ബ്രെഡ് എന്തായാലും എനിക്ക് തോന്നുന്നു വിലീവായിട്ട് ഉപയോഗിക്കാറുണ്ടോ? ആണോ? അതാണ് ഇത്രയും വെളുത്ത പല്ലുകൾ എങ്ങനെ ജിദ്ദുന് കിട്ടി? അതെ അതെ അതെ. വിലീവായിട്ട്. പാട്ടും ഗ്ലിറ്റർ ചെയ്തു, ഇപ്പൊ പല്ലും ഗ്ലിറ്റർ ചെയ്തു. അതെ അതെ. വിലീവായിട്ട്. താങ്ക് യു സർ. ജീതക്കുട്ടിക്ക് വിലീവായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു ജിതു. താങ്ക് യു MJ ആന്റി. ആര്യ ചേച്ചി, ഓ നമുക്ക് പെർഫോമൻസ് റൗണ്ട് അല്ല, കുറച്ചു നേരമായിട്ട് നമ്മളിങ്ങനെ സമാധാനമായിട്ട് നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോവാണല്ലോ. അതെ അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു ഉഷാറ് വേണ്ടേ? വേണം. ചിലപ്പോഴൊക്കെ നമുക്ക് കുറച്ച് ഹൈപ്പർ ആവാൻ തോന്നുന്നു. അതെ. വേണം. അങ്ങനെ തോന്നാൻ പറ്റിയ ഒരാളെ ഞാൻ വിളിക്കാൻ പോവാണ്. കുറച്ചു നേരത്തേക്ക് നമുക്ക് വായടയ്ക്കാൻ പറ്റില്ല, ചെവി പൊത്തിപ്പിടിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഞാൻ പ്രിക്കോഷൻ ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി വിളിച്ചോട്ടെ. Yes. ഒരു അഡാർ ഐറ്റമാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം നവനീത് ചേട്ടൻ ഓൺ സ്റ്റേജ്. അയ്യോ, ഫ്രീക്കൻ ഇത് കൊള്ളാലും സ്റ്റൈലായിട്ടാണല്ലോ വരവ്. ഒരു ഫ്രീക്കൻ അല്ലേ? ആ ഫ്രീക്കൻ. Like a CR7 coat. I have CR7's Oh, you have CR7 pendant. ബാക്കി കിട്ടുന്നില്ല. Where from you get this CR7. CR7? CR7. My mother and daddy's That is give me in surprise. in surprise. Surprise. Okay. Surprise. They give you. CR7 in surprise. Surprise. Surprise CR7. Surprise. Yeah. Yes. Okay. And this topi? This my mother is go to the Justmart and Surprise. Surprise. to me. Surprise to me. Me. And this Oh my and this bee. Look. 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 Sip. You know, and this ഓക്കെ. ഒരു മലയാളത്തിലെ ഒരു കാര്യം പറയട്ടെ. ഒറ്റ കാര്യം. ഒന്ന് മലയാളത്തിലെ കാര്യം പറയാം. മധുവങ്കളുടെ മീനാക്ഷി ഒറ്റ കാര്യം പറയാമോ? ഒറ്റ കാര്യം. ഞങ്ങൾ രണ്ടുപേരും കാര്യം. മീനാക്ഷി ചേച്ചി ഇല്ലേ? മീനാക്ഷി ചേച്ചിയുടെ നാട്ടില് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, കിടങ്ങൂര്. എന്തിന്? എന്റെ അമ്മയുടെ തിരുവാതിരക്കളിക്ക് എന്റെ അമ്മയ്ക്ക് അന്ന് അവിടുന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാ. അയ്യോ, ആണോ? കിടങ്ങൂർ അമ്പലത്തിലോ? ആ, എന്നിട്ട് നീ മീനാശേഷിയുടെ അടുത്ത് വന്ന് അത് മോശമല്ലേ കാണിച്ചത്? അതെ. അവിടെ ഇങ്ങനെ പക്ഷേ നടന്നു പക്ഷെ വരായിരുന്നു. എന്റെ അച്ഛന് ധൃതി കാരണം അച്ഛൻ എന്നെ തിരിച്ചു അതെന്തായിരുന്നു അച്ഛന് ധൃതി? തിരുവാതിര കളിയുടെ ദിവസം അച്ഛൻ എന്തായിരുന്നു വേറെ പരിപാടി? അതെ. അച്ഛന് വർക്ക് ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസമാണ് അച്ഛൻ അങ്ങോട്ട് വർക്കിന്റെ ഇടയ്ക്ക് വന്നത്. അല്ല അച്ഛൻ വർക്കിംഗ് വേർ? അതെ, വേറെ Where father work? ഹീസ് വർക്കിംഗ് ഇൻ റൂം. Working room. She's working. അച്ഛനാണ്. ഷീ ഈസ് വർക്കിംഗ് ഇൻ Room. വീട്ടിലെ റൂമിൽ വർക്ക് ചെയ്യുന്നു. അതെ. അപ്പൊ റിട്ടയർഡ് ആയെന്ന് പറഞ്ഞില്ലെന്ന്? അത് ഇൻഫോസിസിലോട്ട് റിട്ടയർ ആയി. ഇപ്പോഴും ഇൻഫോസിസിൽ തന്നെയാ. റിട്ടയർഡ് ആയി നിൽക്കുകയാണ് അവിടെ തന്നെ. പക്ഷെ മധുവങ്കളോട് ഒരു കാര്യം പറയണം. അതെന്താ? അത് വേറെ കാര്യം. എന്നോട് മധുവങ്ങളുടെയും എന്റെയും നാള് മകമാ. യുവർ നാൾ ഈസ് ഓൾസോ മകം. Yes. ഓക്കെ. സർപ്രൈസ്. ഇതാ മകം പിറന്ന മങ്കി. Muggins. Monkeys. Oh my god. Monkeys അല്ല, മങ്കൻ. മങ്കൻ. അല്ലാതെ മങ്കീസ് അല്ല. മങ്കീസ് എന്ന് പറഞ്ഞ കുരങ്ങന്മാർ. കണ്ട കുറേ പേരില്ലേ? Oh no. ഒരു കുരങ്ങനും അല്ല, അത് പാട്ട് പാടുന്ന നല്ലൊരു മധുവങ്കളാ. ഇനി ആ മധുവങ്കളിലെ വേറെ എന്തെങ്കിലും ആക്കല്ലേ MJ? നമ്മളെ രണ്ടുപേരും വിളിച്ചേ. അത് നമ്മളെ മകനെ രണ്ടുപേരെ പറ്റിയല്ലേ പറഞ്ഞേ? നമ്മളെ രണ്ടുപേരെ പറ്റി. ആ We talk about you. You, only CR7. you. നമ്മളെ രണ്ടുപേരെയും മങ്കീസ് എന്ന് വിളിച്ചു. സച്ച സുന്ദരൻ. പക്ഷേ ആ. പക്ഷെ ഈ മധുവങ്കളും ആര്യ ചേച്ചിയും MJ അങ്കിളും CR7ന്റെ ഫാനാണോ അതോ മെസ്സിയുടെ ഫാനാണോ? ഓ ഞാൻ മെസ്സിയുടെ ഫാനാ. I also. ഞാൻ റൊണാൾഡോ. ഞാനും ആണോ? ഞാനും മെസ്സി. ഓൾസോ മീ. യു ഓൺലി CR7 ഐ തിങ്ക്. ബട്ട് നമ്മള് രണ്ടുപേരും മകമല്ലേ? യെസ് നമ്മളൊരു മകം. യെസ് മെസ്സി ഞാനും
ജനിച്ച ഒരു ഡേറ്റില, ഒരു സെയിം ഡേറ്റില. ഓ വർഷം സെയിം ആയിരുന്നു. വർഷം സെയിം അല്ല. പക്ഷെ ഞാൻ മെയ് 13 ജനിച്ച ഞാനാ. അത് ഭരണി എന്നാണ് ജനിച്ചത്. ഒരു ഉപ്പിലിട്ട ഭരണി എന്നല്ലേ ജനിച്ചത്? ഉപ്പിലിട്ടതല്ല, ഒരു കുടത്തിലൊരു തുണി വെച്ചിട്ട് എന്നെ പൊക്കിയെടുത്തു. ഓക്കെ മൈഥിലി ചേച്ചിയാണ് എന്റെ ഗസ്റ്റ്. ഗസ്റ്റ് ഗസ്റ്റോ? ഗസ്റ്റ് ആയിട്ട് മൈഥിലി ചേച്ചി ഗസ്റ്റ് ഓഫ് ഓണർ. അതെ അതെ മൈഥിലി കൈ അടിച്ചു എന്താണ് Yes. മൈഥിലി ചേച്ചി ഇന്ന് ഗസ്റ്റ് ആയിട്ട് ഗസ്റ്റ്? എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മൈഥിലി ചേച്ചിയെ സെലക്ട് ചെയ്തത് ഗസ്റ്റ് ആയിട്ട്? ബിക്കോസ് വഴി നിന്നത് മൈഥിലി ചേച്ചി ആയിരുന്നു. She have a babies. She have a babies. I like she's baby, so that's why I am getting class. to the floor. Getting to the I floor. like she's babies. Okay, I like she's babies. Babies. Then I can set the cube root. Cube root. Cube root means? Cube root means the one number will multiplication Into with thrice. 3 times. Okay. ഓ Cube root. അതെന്തിനാ ഇപ്പൊ ഇവൻ പഠിച്ചേ? അത് അവര് 3 പിള്ളേരുള്ളതുകൊണ്ട്. 9 ഓക്കെ ഓക്കെ ഇതാണ് ഇത് 91 into 81 into മനസ്സിലായി. ഞാനിപ്പോ ഒരു കാര്യം പറയാം, അവിടെ വിസ്താരം കാണിച്ചു തരാം. അതിന്റെ ക്യൂബ് റൂട്ട് എന്നൊന്ന് പറ. വാ Nine 1 2 ने कटिंग कर दा 8 9 1 2 ने कटिंग कर दा 27 9 1 2 ने कटिंग कर दा 64 9 1 2 ने कटिंग कर दा 125 9 1 2 ने कटिंग कर दा 216 9 1 2 ने कटिंग कर दा 343 9 1 2 ने कटिंग कर दा 512 9 1 2 ने कटिंग कर दा 729 9 1 2 ने कटुം ചെറുതാ പക്ഷെ 1000 അതിനെക്കാട്ടും വലുതാ. അപ്പൊ അതിന് മുന്നത്തെ ക്യൂബ് ഏതായിരുന്നു? 9 ക്യൂബ്. അപ്പൊ 9 ഇവിടെ മാർക്ക് ചെയ്തു. 3 അവസാനിക്കുന്ന ക്യൂബ് 7 ക്യൂബ്. അപ്പൊ 97. വെരി ഗുഡ് വെരി ഗുഡ്. മതിയായില്ല, ഇനിയും വേണമെന്ന്. പോരാ നെക്സ്റ്റ് വേണം. നെക്സ്റ്റ് ഇത് മീനുട്ടി പറ. എനിക്ക് അറിഞ്ഞൂടെ? ഹലോ പറ്റുന്നേ ഇല്ല, ഹലോ ഒന്ന് ശ്രമിച്ചോക്ക്. 625. നടക്കുന്നില്ല. 274 ने कटिंग ചെറുതാ 827 ने कटिंग ചെറുതാ 27 274 ने कटिंग ചെറുതാ 64 274 ने कटिंग ചെറുതാ 125 274 ने कटिंग ചെറുതാ 216 22 ഈക്വൽ. അതിന്റെ അടുത്ത ക്യൂബ് നോക്കണം, 6 ആയിട്ട് നോക്കണം. 6 7 ने कटिंग ചെറുതാ. അതിന്റെ അടുത്ത ക്യൂബ് 343 3 2 വലുതാ. അതിന്റെ മുന്നത്തെ ക്യൂബ് ഏതായിരുന്നു? 6ന്റെ ക്യൂബ്. അപ്പൊ 6 എവിടെ മാർക്ക് ചെയ്തു? 5 അവസാനിക്കുന്ന ക്യൂബ് 125ന്റെ ക്യൂബ്, അത് 5ന്റെ ക്യൂബ്. അപ്പൊ 65. സൂപ്പർ സൂപ്പർ മിടുക്കൻ. അവൻ പറയുന്ന കേട്ടോണ്ട് നിന്നാ തന്നെ നമുക്ക് പഠിക്കാം. പഠിച്ചില്ലേ? അതെ, നെക്സ്റ്റ് വൺ. ഗുഡ് ജോബ് ഡാ, ഗുഡ് ജോബ്. നമുക്ക് പിന്നെ മതി. ഇടം എടുക്ക. ഇനി പിന്നെ കളിക്കാം. ആർത്ത് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ അറിവ് കിട്ടണം. ബുദ്ധി ബുദ്ധി. എണ്ണി നോക്കാം. അച്ഛനാണോ അമ്മൂമ്മക്കാണോ അമ്മയ്ക്കാണോ? മൈഥിലിക്കാണോ? മൈഥിലി ഇപ്പൊ ഗസ്റ്റ് അല്ലേ, അതുകൊണ്ട് Guest. അവളെ കൂട്ടാൻ പറ്റില്ല നമുക്ക്. മൈഥിലി ചേച്ചി. ഗസ്റ്റിനെ കൂട്ടി. എടാ ഗസ്റ്റ് അല്ലാണ്ട് വേറെ ആളാ. വീട്ടിലാർക്ക് ബുദ്ധിയില്ലെന്ന്. ഗസ്റ്റ് അല്ലാണ്ട് ഉള്ളത് എന്റെ അച്ഛനും അമ്മയും രണ്ടുപേരും. അപ്പൊ രണ്ടമ്മമാരോ? ഒരെണ്ണം പല്ല് പറിക്കാൻ എക്സ്പെർട്ട്, രണ്ടാമത്തേത് പാട്ട് പഠിപ്പിക്കാൻ എക്സ്പെർട്ട്. ഓരോരുത്തർക്കും ഓരോന്നാണ്. ഒരെണ്ണം പല്ല്. നവനീതുട്ടാ ഇന്നൊരു ഹിന്ദി പാട്ടാ പാടുന്നേന്ന് കേട്ടല്ലോ. ഏത്? ഫുൾ ഹിന്ദി. ഏതോ പാട്ട്? मैंने प्यार किया तो डरना क्या. ഓക്കെ ഗായ് ക്യാ ദേത്താ ഹേ? दूध देता है. എനിക്ക് പറയാൻ തോന്നുന്നു കൈ തൂത്തിട്ടാ. I love Kammani. കമ്മണി? Who is the Kammani? You don't know? നോ. No, we don't know. The Who is the Kammani Kammani? is Jana Sriraj. ധ്യാന ശ്രീരാജ്. മണി. Oh, you love Kammani? കൺമണി. Oh, you. She's so cute and she's talking like a baby, so that's why I like he. Oh, I like him. she. I like him. എന്താ? ഹിമ. She. I like she. Oh, she. She. Oh, I like she. I like You don't love me, Yes, you so cute. but why you love? ചോദിക്കാൻ വന്നു മറന്നുപോയി. നവനീതുട്ടാ, ഈ മേനെ പ്യാർ കിയാന്ന് പറഞ്ഞ എന്താ അർത്ഥം?
ഞാൻ നിന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നതാണ്. അതാണോ മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞത്? അതെന്താ സ്നേഹിക്കുക എന്ന് പറയാത്തത്? മേനെ പ്യാർ കിയ തോ ഡർനാ ക്യാ, അതല്ലേ ചോദിച്ചത്? അതിന്റെ അർത്ഥം എന്താ? ഞാൻ നിന്നോട് ഇഷ്ടം ചെയ്താ നീ പേടിക്കരുതെന്ന്. പേടിക്കരുത്, മനസ്സിലായി? പേടിക്കാൻ പാടില്ല. ഇതൊക്കെ അമ്മൂമ്മയാണോ പറഞ്ഞത്? ഇത് ഞാൻ എന്റെ സ്വന്തമായിട്ട് പഠിച്ചു. അറിവിൽ നിന്നും, സ്വന്തം അറിവിൽ നിന്നും. ഹിന്ദി അറിയോ അപ്പം? പക്ഷേ ഒരു എംജംഗിൾ എന്നോടൊരു ചോദ്യം ചോദിക്കേ. ക്യൂബ് റൂട്ട് അല്ല, വേറെന്തെങ്കിലും കടങ്കഥ. ഒരു കടങ്കഥ ചോദിക്കേ. ജനലും വാതിലും ഇല്ലാത്ത റൂം ഏതാ? എനിക്കറിയാം. ജനലും വാതിലും ഇല്ലാത്ത റൂം. പെട്ടി. പെട്ടിയാ? അല്ല, റൂമെന്ന് വരണം. റൂംന്ന് വരണോ അതില്? വാക്കില് റൂമെന്ന് വരണമെങ്കിൽ ഫ്ലോറിൽ കണ്ണാടി ഇല്ല. അത് കഴിക്കാൻ പറ്റും, നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു വെജിറ്റബിൾ. അത് വെജിറ്റബിളാ? മഷ്റൂം. പിന്നെ വേറെ പാട്ട് പാടണം നമുക്ക്. എനിക്ക് ഇപ്പൊ കേക്കണം നവനീതോട്ടന്റെ ഹിന്ദി പാട്ട് കേട്ടോ. ഓക്കെ. ഡീറ്റെയിൽസ്. മൂവി വർഷം 2003. Okay. റിലിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. മ്യൂസിക് വിദ്യാസാഗർ സാർ. പാടിയത് SPB ബാലസുബ്രഹ്മണ്യൻ സാർ. SP ബാലസുബ്രഹ്മണ്യൻ സാർ. മൂവടി സാസ. മൂവടി സാസ. എംജംഗിളെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മൂലങ്കുഴിയിൽ നിന്നും മൂയും സഹദേവന്റെ സായും മൂസ. ഫിലിം CID മൂസ. CID സമു പാട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, All the best. क्या प्यार किया तो डरना क्या? ओहो, मैंने प्यार किया तो डरना क्या? अकेले हम अकेले तुम तो क्या? कभी खुशी कभी गम तेरे साथ. अकेले हम अकेले तुम कभी खुशी कभी गम. मुझे कुछ कहना है. क्या कहना? कुछ कुछ होता है. पागल है या क्या तू? आजोड़ा जोड़ा जोड़ा. अपने अपने आपको को മിണ്ടരുത്. കഷ്ടപ്പെട്ടാണ് ഞാനത് കൊപ്പിക്കുന്നത്. സഹായിക്കൂ പ്ലീസ്.
കലക്കി കലക്കി. ഹലോ ഒന്ന് ഇന്നേ മിസ്റ്റർ നിങ്ങളോടാ താൻ ആരാ മോമോഗ്രാഫിയോ ചങ്ങമ്പുഴയിലെ രമണനോ കുറെ ഹിന്ദി പടങ്ങളുടെ പേര് ഓർഡറിലാക്കി പാട്ട് പാടി നടക്കാൻ നാണയില്ലേ തനിക്ക് തന്നെ പോലുള്ള അലവലാത്തിയുടെ കൂടെ നടന്നെന്ന് പറഞ്ഞ് എന്നെ ജോലി എന്ന് പിരിച്ചിട്ടു താൻ തടവായം വിളിച്ചിരിക്കുന്നേ നമ്മളിൽ ആരപ്പ മലയാളം പറയണേ ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ടും തനിക്കൊന്നും മനസ്സിലായില്ല തന്താടെ പൊട്ടം കളിക്കാ മലയാളം തനിക്ക് എന്നോട് ചെവി കേട്ടൂടെ നിനക്ക് മലയാളം അറിയാലേടി അത് ശരി നിനക്ക് ചങ്ങമ്പുഴ അറിയാലേ രമണൻ അറിയാലേ അലവലാതി എന്ന് പറയുന്ന വാക്കും അറിയാലേ എന്നിട്ടാണോടി നീ എന്നെ എങ്ങനെ കറക്കിയത് എടി നിനക്കറിയാമോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ഒരു ഹിന്ദി സിനിമയ്ക്ക് പോലും പോയിട്ടില്ല ഞാൻ 1950 ഹിന്ദി പടങ്ങളുടെ പേര് ഒത്തിരി പേര് കാണാപ്പാടം പഠിച്ച് അതിന്റെ പുറകെ പാട്ട് പാടി നടന്നു ഇവിടുത്തെ ഞാൻ എന്റെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹിന്ദി മുൻഷിയാണടി ഹിന്ദി മുൻഷി ഏയ് ചിരിക്കരുത് നിന്നെ ഞാൻ കാണിയാടി നോർത്ത് ഇന്ത്യ നീ പോടാ എന്റെ അമ്മോ. അയ്യോ താങ്ക് നൈസ് നൈസ്. രസാ, പൊളിച്ച്. ഉഗ്രൻ ഉഗ്രൻ അടിപൊളി അടിപൊളി. അവനിതാ പൊളിച്ച് അതെ അതെ അതെ. താങ്ക് യു അതൊക്കെ ഇത് ഹൗളിംഗ് ആണല്ലേ? യോഡ്ലിംഗ്. യോഡ്ലിംഗ്. ഇത് നമ്മളുടെ മറ്റേ രാകേഷ് രാഗേഷങ്ങള് വേറൊരു രാകേഷങ്ങളില്ലേ വേറെ മറ്റേ മേരെ സപ്പനോക്കി ആ ആ അങ്കിളുടെ അത് കിഷോർ ദാ അല്ലേ? ആ അത് രാകേഷ് എന്ന് പറഞ്ഞു. അത് അവരെ കിഷോർ ദാ പേര് മാറ്റി രാകേഷ് എന്നാക്കി. തൽക്കാലം രാഗേഷ് അത് കിഷോർദല്ലേ രാജേഷ് ഖന്ന. അതുകൊണ്ടാണ് അങ്ങനെ. അയില്ലേ ആര് ചേച്ചി ഓ അയില്ലേ ഇവനെ ആ. ഇവൻ കൊറേ തവണ ഫോൺ വിളിച്ച് എന്നെ ശല്യപ്പെടുത്തിട്ട ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നേ ആണല്ലേ? ആണോ? ഭയങ്കര ശരിയാ. എന്റെ പൊന്നെ പച്ചക്കളം പച്ച എന്ന് പറഞ്ഞ ആര്യ ചേച്ചിയുടെ ഡ്രസ്സിന്റെ കളറ് പച്ചയല്ലേ ആ പച്ചക്കളം ഇത്രയും പച്ചക്കള്ളം. ഞാൻ അങ്ങനെ വിളിച്ചിട്ട് പോരുമില്ല രസയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ അപ്പം നിക്കണം എന്റെ ദൈവം, ഇവിടെ അടിയായി. ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ ഒപ്പം നിക്കണം. ചില സമയത്ത് അതിനകത്ത് വീഡിയോയിൽ കാണിക്കുന്നത് ഈ രസ പൂക്കളും കൊണ്ട് ഇവിടെ അടിയിൽ പൂക്കളെ സെറ്റ് ചെയ്യിപ്പിച്ചിട്ട് രസ അവിടെ നിക്കുന്നതാണ് കാണിക്കുന്നത് അതിനകത്ത് എന്നിട്ട് സിനിമയില് ഭാവന ചേച്ചി ഈ പൂക്കള് ഇതിന്റെ ബാക്കിലുണ്ടാവും അപ്പൊ ഈ ഭാവന ചേച്ചി ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാവും അതിന്റെ അവിടെ ഇരുന്നാണ് ഭാവന ചേച്ചി പൂ കൊടുക്കുന്നത് ഇതിലിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു? അപ്പൊ ഈ ഭാവന ചേച്ചി ഈ ദിലീപ് അങ്കിളുടെ ഒപ്പം നടന്നിട്ട് ഈ ഭാവന ചേച്ചിനെ ജോലിന്ന് പിടിച്ചു വിട്ടു പിരിച്ചു വിട്ടു. അതാണ് ഈ പിരിച്ചു വിട്ടു. ആ. ഈ ചൂളം കഴിഞ്ഞ് നമ്മള് നേരെ നടക്കാൻ പോകുമ്പോ ഹലോ മിസ്റ്റർ നിങ്ങളെ ഓ അതാണ് അങ്ങനെ ഓ, അതാണ് അങ്ങനെ. ചോദിക്കുന്നത്. ഞാൻ പുറകെ നടന്നിട്ടല്ല ഇവനെ എന്റെ പുറകെ ഇങ്ങനെ ഹലോ ഹലോ എന്ന് പറഞ്ഞോണ്ടിരിക്കുക എന്നിട്ട് അവര് വിചാരിച്ചു നിങ്ങള് അവനെ ഡിസ്റ്റർബ് ചെയ്തു. അപ്പം എന്നെ ജോലിന്ന് പുറത്താക്കി വെച്ച ജോലി പുറത്താക്കി. എന്റെ പൊന്ന സൂര്യഭഗവാൻ സൂര്യഭഗവാനോ? ആ സമയത്ത് ഈ ഡയലോഗ് ഒന്ന് വന്നതാണ് സൂര്യഭഗവാനെ അറിയാതെ കൊണ്ടുപോയതാ. അതെ, എനിക്കൊരു സംശയം. ആണോ എന്താ കുച്ച് കുച്ച് ഹോത്താ ഹേ എന്ന് പാടിയില്ലേ? അവിടെ എന്തോ അതിന് മുമ്പേ ഉള്ള കുച്ച് കുച്ച് അങ്ങനെ എന്തോ പാടിയല്ലോ. എന്തായിരുന്നു? അതെന്തായിരുന്നു? ഞാൻ ഒരു ഏമ്പക്കം വന്നതാണ്. അത് പാടി കുച്ച് കുച്ച് കഹന്ന. കുച്ച് कहना है ഞാൻ ഏമ്പക്കം വന്നതാണെന്നാ. കൊച്ചു കൊച്ചു അത് കഴിഞ്ഞിട്ട് ഈ കുച്ച് കുച്ച് പിന്നെ വന്നപ്പോഴത്തേക്ക് വേറെ ഭാര്യയല്ലേ പാടിയത്? मुझे कुछ कहना അത് ലാസ്റ്റത്തെ मुझे कुछ कहना है വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. मुझे कुछ कहना है നവനി തൊട്ടാ സഹകരിച്ചില്ലല്ലേ? സഹരിച്ചില്ല എത്ര പറഞ്ഞിട്ട് സഹകരിച്ചില്ലല്ലേ? ആ ഹാർട്ട് ഒന്ന് കൊടുത്തിട്ട് ആ പിണക്കം മാറ്റിക്കോ. അയ്യോ എന്റെ ഹാർട്ട് കൊടുക്കുവാണോ? ഇല്ല ഇവിടെ വേറൊരു ചെറിയ ഹാർട്ട് ഉണ്ടായിരുന്നില്ല അവസാനേ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് അറിയാവോ മുഴുവൻ നഷ്ടമായിരിക്കും കല്യാണം കഴിച്ചാൽ നഷ്ടം. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് അവരുടെ അമ്മുമ്മയാക്കി അവരുടെ അച്ചാമ്മയാക്കി അവരുടെ
അയ്യോ. എന്നിട്ട് ഡാക്കിനെ അമ്മൂമ്മനെ പോരെ ചേട്ടാ ഇത്തിരി വെള്ളം തരൂ. ഓ, ആ ഡയലോഗ് പറഞ്ഞാണോ? രസകുട്ടി, നവനീതിനെ കല്യാണം കഴിക്കണ്ടേ? ഞാൻ വലുതാകുമ്പോ എന്നെ സ്വന്തം ഞാൻ എന്നെ കല്യാണം കഴിക്കോ പ്ലീസ്. അപ്പളേക്ക് മീനാക്ഷി ചേച്ചിയൊക്കെ അമ്മൂമ്മയാവും. അത് കുഴപ്പമുണ്ടോ? ഇപ്പൊ ഞാൻ അമ്മൂമ്മയല്ലല്ലോ. അല്ല. നമുക്ക് ഇപ്പൊ കല്യാണം അല്ലേ ചേച്ചി? നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. MJ അങ്കിൾ എന്നാ എനിക്ക് ഇത് മതി, ഇത് മതി. ഇത് കല്യാണം കഴിക്കാം, നമുക്ക് കല്യാണം കഴിക്കാം. ഓക്കെ ഓക്കെ ഡീൽ. അപ്പൊ ഇനി മുതൽ എന്റെ ഭർത്താവാണ് ഞാൻ. അയ്യോ. അല്ലേ ഇവനെപ്പോഴും ഭർത്താവ് എന്ന് പറയുന്നേ ആ. എപ്പോഴും ഭർത്താവ് എന്നാ പറയുന്നേ. അങ്ങനെയല്ല ചേട്ടാ പറഞ്ഞ. ഭർത്താവ് കണ്ട മീനുട്ടിയാണ് നവനീത് തൊട്ടിന്റെ ഭർത്താവ്. അത് ഞാനാണ് ഭർത്താവ്. നോ ഞാൻ ഭാര്യ. യെസ് You യു are ആർ the എ ഭർത്താവ്. ഭാര്യ. ഭാര്യ. You are the ഭാര്യ. ഭർത്താവ്. ഭർത്താവ്. She is my baby. ബേബിയാ. എന്റെ അടുത്ത് കാര്യങ്ങളൊന്നും നടക്കൂല നിന്റെ കേട്ടല്ലോ. എന്റെ ദൈവമേ. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞാലോ? ഇനി പ്രശ്നമില്ലല്ലോ. ഇനിയിപ്പോ ടെസ് എന്ത്? എന്റെ അമ്മേ. അതെ. അപ്പൊ കല്യാണം കഴിഞ്ഞ സന്തോഷത്തിൽ നമുക്കൊരു മധുരം മഴ കൊടുക്കാം. രസം ഒപ്പിയെടുത്ത് കഴിഞ്ഞപ്പോ ചായ ഉറക്കാൻ. प्यार किया तो डरना क्या अकेले हम अकेले तुम क्या തീർന്നില്ലേ? രസക്കുട്ടി ഓക്കെ അല്ലേ? ഹാപ്പി? ഓക്കെ എന്നാ രണ്ടുപേരും ചെല്ല്. ടാറ്റ. ഒരു ഉമ്മ തരോ? ഒരു ഉമ്മ തരോ? ഒരു മീനുട്ടി, ഉമ്മ തരോ? അങ്ങോട്ട് നോക്കിയ ഒരു ചെറിയ കുട്ടി, ചെറിയ ഏറ്റവും ചെറുത്. അയ്യോ എന്നെ ഒച്ചയുള്ള ഉമ്മയായിരുന്നു. होता है അയ്യോ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണോ? രണ്ട് ഭാര്യമാര് ഒരേ സമയം. क्या तो डरना क्या मैंने प्यार किया तो डरना क्या. ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇപ്പൊ പ്രേക്ഷകർ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും നാളെ ഏതൊക്കെ പാട്ടാണ് വരാൻ പോകുന്നത്, നാളെ ആരൊക്കെയാണ് പാടാൻ എത്തുന്നതൊക്കെ അല്ലേ? അതെനിക്കറിയാം, ഞാനും വെയിറ്റിംഗ് ആണ്. നാളെ നമുക്ക് വീണ്ടും കാണാം ഇതേ സമയം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.